കലൂർ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിർമ്മിച്ച താൽക്കാലിക സ്റ്റേജിൽ നിന്നും താഴേക്ക് വീണ് ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേൽക്കാൻ കാരണം സ്റ്റേജ് നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവ്. അപകട കാരണം സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അവിടെ ഒരുക്കിയിരുന്നില്ല. റിബൺ കെട്ടിയാണ് സ്റ്റേജിൽ ബാരിക്കേഡ് സ്ഥാപിച്ചത്. ഒരു നില ഉയരത്തിലായിരുന്നു ആ സ്റ്റേജ്. ഗാലറിയിലെ കസേരകൾ മാറ്റിയാണ് താൽക്കാലിക സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. സംഭവത്തിന് ദൃക്സാക്ഷികളായവരും വിരൽ ചൂണ്ടുന്നത് വൻ സുരക്ഷാ വീഴ്ചയിലേക്ക് തന്നെയാണ്. ഉമാ തോമസ് MLA ഇരിപ്പിടത്തിലിരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു. എന്നാൽ അതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിക്കുകയായിരുന്നു. കോൺക്രീറ്റ് ഭിത്തിയിൽ തലയടിച്ചു വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമയമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടത്തിന് സാക്ഷിയായ മന്ത്രി സജി ചെറിയാനും ഉണ്ടായിരുന്നു. ബാരിക്കേഡിന് പകരം റിബണാണ് കെട്ടിയിരുന്നത്. ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ അവർ കയറി വന്ന് കൈ കാണിച്ചു, എന്നിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് റിബണിൽ പിടിക്കുകയായിരുന്നു. പിന്നാലെ താഴേക്ക് വീണു. നല്ല വീഴ്ചയാണ് വീണത്, പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി. 18 അടി ഉയരത്തിലാണ് സ്റ്റേജ് ഉണ്ടായിരുന്നത് എന്നും താഴേക്കാൾ വീഴാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. സ്റ്റേജിൽ കുറച്ച് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ കസേരയിട്ടാൽ പിന്നീട് അതിലൂടെ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ആദ്യം വന്നിരുന്നത് സജി ചെറിയാനാണ്. അതിനുശേഷം ഉമാ തോമസ് വന്നു. 3 വരികളായാണ് സ്റ്റേജ് ക്രമീകരിച്ചിരുന്നത്. സ്റ്റേജിന് മുകളിൽ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. മുകളിൽ നിന്ന് 1ാമത്തെ വരിയിലേക്ക് ഉമാ തോമസ് നടന്നു വരികയായിരുന്നു. അവിടുത്തെ കസാരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് പോവുകയും റിബൺ പോലെ കെട്ടിയ കൈവരിയിൽ പിടിക്കുകയുമായിരുന്നു. ദൃക്സാക്ഷികളിൽ ഒരാൾ പറയുന്നു. അപകടത്തിൽപ്പെട്ട ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. നിലവിൽ വെന്റിലേറ്ററിലാണുള്ളത്. തലച്ചോറിന് ക്ഷതമേറ്റതായി ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വാരിയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുകയുണ്ടായി. തലച്ചോറ്, വാരിയെല്ല്, ശ്വാസകോശം എന്നിവക്ക് ഗുരുതരമായ പരിക്കുകൾ തന്നെയാണുള്ളത്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ നിലവിൽ ആവശ്യമില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞതായി അറിയുന്നു. രക്തസ്രാവം നിയന്ത്രണ വിധേയമാണ്. വിദഗ്ധ പരിശോധനകൾ നടക്കുകയാണ് എന്നും ഡോക്ടർമാരുടെ സംഘം പിന്നീട് പറയുകയുണ്ടായി. CT സ്കാൻ, MRI സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷമായിരുന്നു MLAയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ബോധം, പ്രതികരണം, ഓർമ്മ എന്നിവയൊക്കെ ബാധിക്കാവുന്ന മുറിവുകളാണ്, പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല. ആന്തരിക രക്തസ്രാവം ഇല്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. വെന്റിലേറ്ററിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ് ഇപ്പോൾ ഉള്ളത്. മന്ത്രിമാരായ സജി ചെറിയാൻ, P രാജീവ് എന്നിവരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ആശുപത്രിയിലെത്തിയിരുന്നു. കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് 12,000 നർത്തകർ അണിനിരക്കുന്ന നൃത്ത പരിപാടി കാണാനെത്തിയതായിരുന്നു ഉമാ തോമസ് MLA. ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന നൃത്ത പരിപാടിക്കിടെയാണ് ഈ അപകടം സംഭവിച്ചത്.